വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ് SCRT ടോപ്പിക്കായി ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 2 ആണ്. നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഫാക്ടർ, ബ്രിട്ടീഷ് ഭരണകാലത്ത് ജനങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിച്ചിരുന്നു. രണ്ടാമത്തത്, സ്വാതന്ത്ര്യ സമരങ്ങളിൽ ഉയർന്നു വന്ന മൂല്യങ്ങൾ. മൂന്നാമത്തത്, ഇന്ത്യൻ നവോത്ഥാന ആശയങ്ങൾ. നാലാമത്തത്, വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അവകാശങ്ങൾ. അഞ്ചാമത്തത്, മൗലികാവകാശങ്ങളുടെ നാൾവഴികളായ അവകാശരേഖ. അവകാശരേഖയെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഘടകങ്ങളാണ് ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ചത്, മൗലികാവകാശങ്ങൾ ഭരണഘടനയിലേക്ക് ഉൾപ്പെടുത്താൻ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, മൗലിക അവകാശം ഭരണഘടനയുടെ ഭാഗം 3 ആഡ് ചെയ്തേക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഭരണഘടനയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നിലവിൽ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണുള്ളത്. നേരത്തെ 7 ഉണ്ടായിരുന്നു. എന്നാൽ 44 ഭേദഗതിയിലൂടെ 7ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ എടുത്ത് മാറ്റി ഭാഗം 12 കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 7ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതാണെന്ന് വെച്ചാൽ സ്വത്തവകാശമായിരുന്നു. അത് മൗലികാവകാശം അല്ലാതായി 44 ഭേദഗതിയിലൂടെ. എന്നിട്ട് ഭാഗം 12 ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മൗലികാവകാശം ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് സമത്വത്തിനുള്ള അവകാശം. അത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് ഭരണഘടനയിൽ പരാമർശിക്കുന്നത്. ഇനി രണ്ടാമത്തെ മൗലികാവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൂന്നാമത്തെ മൗലികാവകാശമാണ് ചൂഷണത്തിനെതിരെയുള്ള മൗലികാവകാശം. അത് ഏതൊക്കെ ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 23, ആർട്ടിക്കിൾ 24 അതിനെക്കുറിച്ച് പറയുന്നത്. അടുത്ത മൗലികാവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനെ പറ്റി പറയുന്നത്. അടുത്ത മൗലികാവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ആർട്ടിക്കിൾ 29 മുതൽ ആർട്ടിക്കിൾ 30 വരെയാണ് ആ അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ലാസ്റ്റ് മൗലികാവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 ഈ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് ഓരോ മൗലികാവകാശം ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഒന്നാമത്തത് സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഈ ഒരു അവകാശം നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന ഒരു അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. അതേപോലെ തന്നെ ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്നീ അവകാശം പറയുന്നുണ്ട്. ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതു സ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനം ഉറപ്പു നൽകുന്ന അവകാശം കൂടിയാണ് സമത്വത്തിനുള്ള അവകാശം. അതായത് എവിടൊക്കെയാണ് തുല്യ പ്രവേശനം ഉറപ്പു നൽകുന്നത്? ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതു സ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ. അതേപോലെ തന്നെ അവസര സമത്വം, അതായത് പൊതുജോലികളിൽ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിരോധനം, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ എന്നിവയും ഈ അവകാശം ഉറപ്പു നൽകുന്നു. രണ്ടാമത്തെ അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പറയുന്നത്. അതിനോടൊപ്പം യുക്തിസഹമായ നിയന്ത്രണങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ ഈ പറയുന്ന അവകാശങ്ങൾ നിയന്ത്രണത്തിന് വിധേയമാകും. അത് ഏതൊക്കെ സാഹചര്യമാണെന്നും കൂടെ പറയുന്നുണ്ട് ഈ ആർട്ടിക്കിളുകൾ. ഇനി ഓരോ ആർട്ടിക്കിളും ഓരോ അവകാശമാണ് ഉറപ്പുവരുത്തുന്നത്. ആർട്ടിക്കിൾ 19 ഏതൊക്കെ അവകാശങ്ങളാണ് ഉറപ്പുവരുത്തുന്നതെന്ന് നോക്കാം. ഒന്നാമത്തത് അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള അവകാശം. അതായത് നമുക്ക് അഭിപ്രായം പറയുന്നതിനും അത് എക്സ്പ്രസ് ചെയ്യുന്നതിനുമുള്ള അവകാശമാണിത്. രണ്ടാമത്തത് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള അവകാശം. മൂന്നാമത്തത് സമാധാനപരമായി സംഘം ചേരുന്നതിനുള്ള അവകാശം. നാലാമത്തത് ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള അവകാശം. അഞ്ചാമത്തത് സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം. ആറാമത്തത് ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള അവകാശം. ഈ 6 അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 19 ഉറപ്പുവരുത്തുന്നത്. ഇനി 20 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിൾ എന്തൊക്കെ അവകാശങ്ങളാണ് ഉറപ്പുവരുത്തുന്നതെന്ന് നോക്കാം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതാണ് 20 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിൾ ഉറപ്പുവരുത്തുന്നത്. അത് നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. 2 അവകാശങ്ങളേ ഉള്ളൂ: വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇനി ഞാൻ പറഞ്ഞായിരുന്നു ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിൾ ചില നിയന്ത്രണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ചില സാഹചര്യങ്ങളിൽ ഈ പറയുന്ന അവകാശങ്ങൾ നിയന്ത്രിക്കും.
അത് ഏതൊക്കെ സാഹചര്യമാണെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. നമുക്ക് നോക്കാം. 2002 86 ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ മൗലികാവകാശമായത്. ഇതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ്. ഇനി ഈ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചതെന്നാണ്? 2009 ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2010 ഏപ്രിലാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് ഈ നിയമം പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കണം. ഇതാണ് ആ നിയമം പറയുന്നത്. ഇത്രയാണ് നമ്മൾ പാർട്ട് 2-ൽ ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള മൗലികാവകാശം നമ്മൾ അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.